കസ്റ്റാർഡ് ആപ്പിൾ വെച്ച് ഒരു ഡെസേർട്ട് ആയാലോ? അതിനായിട്ട് പാലാണ് എടുത്തേക്കുന്നത്. പാലും ചൈന ഗ്രാസും ഒരു കസ്റ്റാർഡ് ആപ്പിളും, ആത്തച്ചക്ക എന്നൊക്കെ പറയത്തില്ലേ. ആദ്യം തന്നെ ആ ചൈന ഗ്രാസിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ആ പാക്കറ്റിൻ്റെ പകുതി 5 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നമുക്ക് തിളപ്പിക്കാനായിട്ട് വെക്കാം. തിളച്ച് വരുമ്പോഴേക്കാളും നമുക്ക് ഈ കസ്റ്റാർഡ് ആപ്പിൾ ശരിയാക്കിയെടുക്കാം. അതിൽ ആ പഴുപ്പ് മുഴുവൻ എടുക്കുക. പിന്നെ വടിച്ചെടുക്കത്തില്ലേ, ഈ കുരുവോടുള്ള ഭാഗം എടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതും കൂടി അങ്ങോട്ട് നല്ലോണം വടിച്ചെടുക്കാം കേട്ടോ. വിസ്ക് വെച്ച് ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് മിക്സിയിലിട്ട് അടിക്കത്തില്ല. മിക്സിയിലിട്ട് അടിച്ചാൽ ചിലപ്പോൾ കുരു അരഞ്ഞു പോകും. എനിക്ക് അങ്ങനെ 2-3 പ്രാവശ്യം അങ്ങനെ പറ്റിയിട്ടുണ്ട്. അതിൽ പിന്നെ ഞാൻ കണ്ടുപിടിച്ചതാണ് ഈ വിസ്ക് വെച്ച് ഒന്ന് നല്ലോണം ബീറ്റ് ചെയ്യും. അപ്പോൾ കുരുവും പൾപ്പും തമ്മിൽ വേർതിരിഞ്ഞ് വരും. പിന്നെ അത് മാറിയില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ കൈ കൊണ്ട് ഒന്ന് ആ കുരു ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതിയാവും. അപ്പോഴേക്കാളും അവിടെ പാല് തിളച്ചായിരുന്നേ. പാലിൽ ആവശ്യത്തിന് പഞ്ചസാര, ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിത്തിരി തണുക്കും, അപ്പോൾ അതുകൊണ്ട് മധുരം ഇത്തിരി കൂടുതലായിട്ട് കൊടുക്കണേ. പഞ്ചസാര ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് സിമ്മിലൊന്ന് കിടക്കട്ടെ കേട്ടോ. അപ്പോഴേക്കാളും നമുക്ക് ഈ കുരുവൊക്കെ ഒന്ന് വേർതിരിച്ചെടുക്കാം. അതിനകത്ത് ഇത്തിരി മധുരം കുറവായിരുന്നു, അപ്പോൾ ഞാൻ ഇത്തിരി മധുരം ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ അതിൻ്റെ ഒപ്പം തന്നെ വെക്കാം. ചെറിയൊരു ബൗളിൽ കുറച്ച് പാലെടുത്തിട്ട് ഒരു 3 സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ ഇല്ലേ, അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് നമുക്ക് ആ പാലിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പാല് ചെറിയ തീയിൽ കിടക്കണമായിരുന്നില്ല, അതിനകത്തേട്ട് ഇത് മിക്സ് ചെയ്തിട്ട് കട്ടിയില്ലാണ്ട് ഒന്ന് തിളച്ചാൽ മതിയേ. തിളച്ച് വരുമ്പോഴേക്കാളും അതൊന്ന് കുറുകിയിട്ടുണ്ടാവും. 1 കവർ പാലിലല്ലേ ഈ ചെയ്യുന്നത്, അപ്പോൾ തന്നെ ഇത് വേഗം കുറുകിയിട്ടുണ്ടാവും. ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റിയിട്ടാണ് ഞാൻ ആ ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുന്നത്. അത് അരിച്ച് ഞാൻ വെച്ചതാണ്. അരിച്ചിട്ട് വേണം ചൈന ഗ്രാസ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ആ ഒരു ചില്ലിൻ്റെ ബൗളിലോട്ട് ഞാനത് മിക്സ് ചെയ്യുകയാണ്. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചാൽ ആ പൾപ്പില്ലേ, അതിനകത്തോട്ടും ഒരു 1/2 സ്പൂണോളം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ചൂടാറി കഴിഞ്ഞപ്പോൾ ഈ ഒരു പരുവത്തിലായി. നമ്മൾ എടുത്ത് വെച്ചാൽ ആ പൾപ്പ് അതിനകത്തോട്ട് ചേർത്ത് ഒന്നും കൂടി വിസ്ക് കൊണ്ട് നല്ലോണം ബീറ്റ് ചെയ്യുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാറി തുടങ്ങുമ്പോൾ തന്നെ ആ പൾപ്പ് ചേർത്ത് കൊടുക്കണേ. പൾപ്പ് ചേർത്ത് നല്ലോണം ഇളക്കിയിട്ട് ഒന്നും കൂടി ചൂടാറിയിട്ട് വേണം ഫ്രിഡ്ജിലോട്ട് വെക്കാൻ. ഫ്രീസറിലോട്ടല്ല, താഴത്തെ തട്ടിലോട്ട് വെച്ചാൽ മതി. 1-2 മണിക്കൂർ കൊണ്ട് ഇത് സെറ്റാക്കിയിട്ട് ഒരിക്കലും ആ പൾപ്പ് മിക്സിയിൽ അടിക്കരുത് കേട്ടോ. ജസ്റ്റ് നമ്മൾ കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടാനായിട്ടാണ് ഞാൻ പൾപ്പ് മിക്സിയിൽ അടിക്കാതെ തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ചൈന ഗ്രാസ് ചേർക്കുന്നത് കാരണം ഇത് ജെല്ലി പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഇത് ഞാൻ ഡീമോൾഡ് ചെയ്യണില്ല. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് വിട്ട് വന്ന രീതിയിലാണ്, പക്ഷെ ഞാൻ ഡീമോൾഡ് ചെയ്യണില്ല. നമുക്കിത് സെർവ് ചെയ്യണ പാത്രത്തിലോട്ട് സെർവ് ചെയ്യാവുന്നതാണ്. കസ്റ്റാർഡ് ആപ്പിൾ പുഡിംഗ് അങ്ങനെ റെഡിയായി. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.